ഞാൻ ചോദിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഈ നടക്കുന്ന കോമാളിത്തരങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വെൽഫെയർ പാർട്ടിയുടെയും SDPയുടെയും സകലവിധ വർഗീയവാദികളുടെയും തിണ്ണനിറങ്ങി മേടിച്ച വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരോട് കൂറു പുലർത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന നാടകങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ആ നാടകം മാനിനോട് പോയി പറയേണ്ടത് അവിടെ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ KSRTC പാലക്കാട്ടെ ജനങ്ങളെ അപമാനിക്കുകയാണ്. ഒരു പാലക്കാട്ടെ ജനങ്ങളെ SDPയുടെയും വെൽഫെയർ പാർട്ടിയുടെയും വർഗീയ പാർട്ടിയുടെയും തിണ്ണനിറങ്ങി മേടിച്ച വിജയം. അവരുടെ വോട്ട് കൊണ്ട് അങ്ങ് വിജയിക്കാൻ പറ്റുമെന്ന് പറയുന്നത് നിങ്ങൾ പരാജയം സമ്മതിക്കലാണ്. എന്താണ് നിങ്ങൾക്ക് രാഹുലിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വലിയ ദേഷ്യം കേൾക്കാനുള്ള ഉത്തരവാദിത്തം? പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ അവിടെ പ്രയാസം ലഭിക്കുന്നു. ടോയ്ലറ്റ് ഉണ്ടോ? മൈത്രി നഗർ, അവിടെ പാലക്കാടുള്ള ആളുകളുടെ ചോദിക്കേ, മൈത്രി നഗറിലുള്ള 10-100 കുടുംബങ്ങളുടെ വെള്ളത്തിലേക്ക്, കിണറിലേക്ക് ഈ മാലിന്യം ഒഴുകി പോകുന്നത് പരിഹരിക്കാൻ MLAക്ക് സാധിച്ചോ? അവിടുത്തെ മെഡിക്കൽ കോളേജ് ഒന്ന് പരിഹരിക്കാൻ MLAക്ക് സാധിച്ചോ? ചെയ്യാതെ ഈ വക നാടകങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളുടെ BJP കൗൺസിലർമാരോ അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളിപ്പോൾ ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വേണമെങ്കിൽ പറയാനൊന്നും ഇല്ലെങ്കിൽ പറയണ്ട. അല്ലല്ല, ഇന്ന് അവിടെ നടന്ന പോരിനെ കുറിച്ചാണ് പറയാനെങ്കിൽ ഇവിടെ CPM-നും പറയാനുണ്ട്, ലീഗ് പ്രതിനിധിക്കും പറയാനുണ്ട്. ബിജെപിയുടെ അല്ലല്ല പറഞ്ഞോട്ടെ, അവരെ പറയാനുള്ളതൊക്കെ അവർ പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ പറയട്ടെ. എന്റെ പറയാനുള്ളത് അവർ പറയോ? നിങ്ങൾ 4 പേരും ഒറ്റ സെറ്റല്ലേ? സ്മൃതി വലിയ സെറ്റുകാരല്ലേ അവരുടെ കൂടെ? അപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ തന്നെ ഞാൻ ചോദിക്കട്ടെ. BJP സെറ്റാവാൻ പറ്റില്ല. BJPക്ക് സ്മൃതിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ ഈ നാട്ടിൽ? ഇങ്ങനെ കുതന്ത്രം തിരിച്ച് നിങ്ങളുടെ പ്രവർത്തനം നൈപുണ്യ വികസനത്തിന് ഇടും എന്നുള്ളത് ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് എന്ന് BJP ആവർത്തിച്ചു പറയുന്നു. സമയത്ത് അതിന്റെ ഇടയിൽ കയറിയിരുന്ന ഞങ്ങളുടെ പ്രവർത്തനം, ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അതൊക്കെ സ്മൃതി കയ്യിൽ വെക്ക്. ഞാൻ ചോദിച്ചോട്ടെ, കോൺഗ്രസ് പാർട്ടി എന്ത് അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് ജിന്നാ നഗർ എന്ന് പറഞ്ഞ 1900 കോൺഗ്രസ് പാർട്ടി ഈ പാകിസ്ഥാൻ ജിന്നാ നഗറിന്റെ പേരിട്ട് കൊടുത്ത് ഞങ്ങളുടെ പ്രമേയം വരുന്നുണ്ട്. ചേറ്റൂർ ശങ്കരൻ നായരുടെ പേരിടണമെന്ന് പറഞ്ഞിട്ട് ഈ കോൺഗ്രസും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്താ പറയാ, ഈ മുസ്ലിം ലീഗും എന്താ പറയാ? നമുക്ക് നോക്കാം. വാര്യം കുന്നൻ ഏതിന്റെ നിങ്ങൾക്ക് സ്വന്തമായ ആൾക്കാരില്ലാത്തതുകൊണ്ടല്ലേ? എന്തടിസ്ഥാനത്തിലാ പൂക്കോയ തങ്ങളുടെ പേര് ഒരു കോളേജിലിട്ടത്? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ? കൊയിലാണ്ടി ഗവൺമെന്റ് കോളേജ് അബ്ദുൾ റഹ്മാൻ വക്കാഫിയുടെ പേര് നിങ്ങൾ ഇട്ടത് എന്തടിസ്ഥാനത്തിലാ? അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നു. മുസ്ലിം ലീഗിന്റെ നേതാക്കളായി പ്രവർത്തിച്ചവർ. ഈ കൃഷ്ണപിള്ളയുടെ പേര് പല സ്ഥലത്തും എന്തടിസ്ഥാനത്തിലാ? സുലൈമാന്റെ പേരിടാം. RSSനെ പറഞ്ഞ കാര്യം, ദേശീയ പ്രസ്ഥാനം അല്ല, ദേശീയ പ്രസ്ഥാനമൊക്കെ ആയിക്കോട്ടെ. നിങ്ങളെ സംബന്ധിച്ച് RSS വലിയ പ്രസ്ഥാനമാണ്, നിങ്ങളുടെ പ്രസ്ഥാനമാണ്, സമ്മതിച്ചു. നിങ്ങളുടെ പ്രസ്ഥാനമാണെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഓഫീസിന് പേരിടുന്നേ, പൊതുസ്ഥാപനത്തിലല്ല ആ പേരിടേണ്ടത്. അത് പറ്റില്ല എന്നുള്ളതാണ് ബാക്കി 2 രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത്. ഇനി താങ്കൾ ഈ പറയുന്ന ജിന്ന എന്ന പേര് കാലങ്ങളായ പേരുള്ളത് അവിടെ കുടുംബക്കാരുകൊണ്ടാണ് ആ റോഡിന് പേരിട്ടത്. ഇങ്ങനെ പറഞ്ഞു പോകല്ലോ ഉല്ലാസ് ബാബു. ഉല്ലാസ് ബാബു 2000-ന്റെ തുടക്കത്തിൽ പാകിസ്ഥാനിൽ പോയി ജിന്നയെ മഹാനായ മതേതര നേതാവ് എന്ന് പറഞ്ഞത് നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ്. നിങ്ങളുടെ നേതാവ് LK അഡ്വാനിയാണ് ജിന്നയെ മഹാനായ മതേതരവാദി എന്ന് വിശേഷിപ്പിച്ചത്. 450 സ്കീമുകളുടെ പേര് ഞാൻ എന്താണ് ചോദിക്കുന്നത്, താങ്കൾ എന്താണ് പറയുന്നത്?
450 സ്കീമുകളുടെ പേര് കോൺഗ്രസ് നേതാക്കന്മാരുടെ പേര് പാർട്ടി ഓഫീസിൽ പോയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കാം അല്ലെ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കാം, ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരിക്കാം, ഈ ബസിന്റെ പേര് വന്നിട്ടുണ്ടെങ്കിൽ അല്ലാതെ പാർട്ടി നേതാക്കളുടെ പേര് പൊതുസ്ഥാപനത്തിടുന്നില്ല. അങ്ങനെ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. നിതിൻ കണിച്ചേരി പാലക്കാട് ബിജെപിക്ക് നല്ല പട്ടികമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.